രാവിലെ തന്നെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോകാൻ പറ്റാതെ പെട്ടിരിക്കണ ഇരിപ്പാണ് നിങ്ങൾ കണ്ട്. അപ്പം ഞാൻ വെറുതെ ഒന്ന് പോയി കണ്ടൊന്ന് ലാലൊലിച്ച് കുഞ്ചിച്ച് നോക്കിയതാണ്. മൂക്കൊന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് പിഞ്ഞപ്പോൾ തന്നെ കൈമേൽ എന്തോ പോകുന്നു കേട്ടോ മൂപ്പറളാ പറയണത്. 2-3 ദിവസമായിട്ട് എൻ്റെ കഴുത്ത് വലത്തെ ഭാഗത്തേക്ക് തിരിക്കാൻ പറ്റണില്ല കേട്ടോ. ഇപ്പോൾ പെടലി വിളിക്കിയതാണ് എൻ്റെ ബാബു വിളിക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇപ്പോൾ ഷോർട്സ് ഒന്നും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ തന്നെ നമ്മളുടെ എൻ്റെ ഉമ്മാൻ്റെ കൊയ്മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈറ്റങ്ങളെ ചെറിയ മക്കളായപ്പോൾ കൊടുന്നതാണ്. ഇപ്പോൾ വലിയ എന്താ പറയുക പറമ്പന്തജ്ജൻ്റെ പോലെ ആയിക്കണം കേട്ടോ. ഓർക്കുള്ള തീറ്റ കിട്ടാൻ ഞാൻ ഒരു നേരം വീട്ടിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ. നമുക്കിന്ന് ദോശയായിരുന്നു, നല്ല പച്ചക്കടല കറിയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ചായ കടി ഉണ്ടാക്കുന്ന ടൈമിൽ ഇമ്മ അവിടെ ചോറൊക്കെയുള്ള പരിപാടിയിലാണ് കേട്ടോ. കലം കൊണ്ടുപോകണ വണ്ടിയിൽ നിങ്ങൾ ഇപ്പോൾ ഡ്രസ്സ് കാരണം ഔത്ത് തല മുട്ടിയിട്ട് നടക്കാൻ വയ്യ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയിലെ കാണാനായിട്ട്. ഇവിടുത്തെ തണുപ്പ് കയറുന്ന വെളിച്ചെണ്ണ അടക്കം ഐസും കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചായയും കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല, എപ്പോഴും ഉണ്ടാക്കണോണ്ട് തന്നെ ടേസ്റ്റ് അടിപൊളി ആയിരിക്കുമല്ലോ. നമ്മളിവിടെ 2 പഞ്ചാര കുപ്പിയാണ് കേട്ടോ. ഒരു വലിയ പഞ്ചാര കുപ്പിയും ഒരു ചെറിയ പഞ്ചാര കുപ്പിയും. ആ നിറച്ചുകൊണ്ട് നിൽക്കണതാണ് ചെറിയ പഞ്ചാര കുപ്പി. ഇത് കഴിയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ ഞാൻ എൻ്റെ അടിയും തൊടിയും കാര്യത്തിലൊക്കെ ഭയങ്കര ബിസിയിലായിരുന്നു. പിന്നെ